നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചാമരി കൊണ്ടുള്ള ഒരു വെറൈറ്റി പലഹാരമാണ്. ചാമയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നറിയാലോ. ഒരുപാട് ഫൈബറും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനും പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചാമരി കൊണ്ടുള്ള പലഹാരങ്ങൾ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ മെഷറിംഗ് കപ്പിൽ കഷ്ടി ഒരു കപ്പോളം ചാമട അരി എടുത്തിട്ടുണ്ട്. 3/4 കപ്പിലധികം ചാമട അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 4-5 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ചാമട അരിയിലെ അഴുക്കൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുക. ഇപ്പോൾ 4-5 തവണ ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, മീതെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് മട്ട അവൽ ഇട്ട് കൊടുക്കുക. ഇനി മട്ട അവലെല്ലാം വെള്ള അവലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കണ്ടില്ലേ, ഈ അവലിൽ ഒരുപാട് അഴുക്കുണ്ട്. അപ്പോൾ ഒരു 3-4 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഇപ്പം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ മീതെ നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതവിടെ ഒരു വലിയൊരു സവാള നല്ല പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള സവാളയൊക്കെ ആണെങ്കിൽ ഒരു 1.5 സവാള എടുത്തോളൂ. 3 പച്ചമുളകും പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും നല്ല ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു കാര്യം വിട്ടുപോയി. സവാള ഇടുന്നതിന് മുന്നേ ഒരു സാധനം കൂടി 1-2 സാധനം കൂടിയും ചേർക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് സവാളയൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 4-5 കാഷ്നട്ടും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യേണ്ട. ഇനി കാഷ്നട്ട് ഇല്ലെങ്കിലും ഉഴുന്ന് പരിപ്പ് മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കാഷ്നട്ടും ഉഴുന്ന് പരിപ്പൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ആ സവാളയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റുക. ആദ്യം ഈ ഉഴുന്ന് പരിപ്പും കാഷ്നട്ടും വറുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുത്താൽ മതി. അത് ഞാൻ മറന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്കൊരു 2 പിടി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആവുകയുള്ളൂ. തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച അവലുണ്ടല്ലോ, അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. വെള്ളം തീരല്ല, വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ അവലും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് നേരെ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരെ മിക്സ് ചെയ്യാമെന്ന് മാത്രമല്ല, ആ തേങ്ങയിൽ അവലിയൊക്കെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അവലിലും തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് ആക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം. ഇനി മിക്സറിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ നേരത്തെ കുതിർത്താൻ വെച്ച ചാമട അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതായുണ്ടല്ലോ, ഇതേപോലെ തരിതരിപ്പോടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പുട്ടുപൊടി ചേർക്കേണ്ട ആവശ്യമില്ല, ഞാൻ കുറച്ച് വെള്ളം അധികം ഉണ്ടോ എന്ന് സംശയം തോന്നിയിട്ട് ചേർത്ത് കൊടുത്തതാണ്, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വഴറ്റി വെച്ച അവലും തേങ്ങയൊക്കെ പാടുണ്ടല്ലോ, ഉള്ളിയൊക്കെ വഴറ്റിയായി മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചാമടരിയും അവലും ഇതൊക്കെ വഴറ്റിയതും എല്ലാം കൂടി നേരെ മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടൊന്ന് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചിട്ടൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നേരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടില്ല, കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൻ്റെ തട്ടായാലും മതി. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം
ഇതിന്ന് ഈ മിക്സിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ട് അതുപോലെ ഷേപ്പാക്കി എടുക്കുക. നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ ഷേപ്പാക്കി എടുക്കണ പോലെയാണ്. കുഴക്കട്ടയും അതിൻ്റെ ഉന്നക്കായൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ, റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി ഇതാ ഈ സ്റ്റീമർ നേരെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റീമറിലേക്ക് വെക്കുന്നുണ്ട്. ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇത്രയ്ക്ക് ഞാനൊരു 7 എണ്ണം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഇത്ര മാവ് ബാക്കിയുണ്ട്. ഇവിടെ ഞാനൊരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റീമർ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു സെർവിങ് ബൗളിലേക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ചൂടോടക്കനെ കഴിക്കണതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് ഉണ്ടാക്കിയ ഉടനെ ചൂടോടക്കനെ കഴിക്കുക. ഇതെല്ലാവരും വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയും ആയിട്ടുള്ള ഈ ചാമരിയുടെ പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.